ഓക്കെ, തുടങ്ങാം. സ്ക്രീൻ ഓക്കെ അല്ലേ? സ്ക്രീൻ ഓക്കെ. നമ്മൾ അഞ്ചാമത്തെ മൊഡ്യൂളും ആറാമത്തെ മൊഡ്യൂളും വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഫ്രിജറേഷൻ അല്ല, എയർ കണ്ടീഷനിങ് ആണ്. നമ്മളെ എയറിന്റെ ഫുൾ കണ്ടീഷനിങ് പരിപാടിയാണ്. എയറിനെ കണ്ടീഷൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പിക്കൽ മാത്രമല്ല കേട്ടോ, ചൂടുണ്ടാക്കലും എയർ കണ്ടീഷനിങ് തന്നെയാണ്. എയറിനെ മൊത്തത്തിൽ ഒന്ന് കണ്ടീഷൻ ചെയ്തെടുക്കുക, അതിനെയാണ് നമ്മൾ എയർ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ അതാക്കാനുള്ള മൊഡ്യൂൾ 5 ആണ് നമ്മളുടെ. ബേസിക് ആയിട്ട് വരുന്നത് റെഫ്രിജറേഷൻ അല്ല. റെഫ്രിജറേഷൻ നമ്മൾ 1 തൊട്ട് 4 വരെയുള്ള മൊഡ്യൂളിലാണ് പഠിക്കുന്നത്. ഇതിൻ്റെ അകത്ത് വരുന്നത് എയർ കണ്ടീഷനിങ് ആണ്. എന്ത് പറ്റി? ഹലോ, എയർ കണ്ടീഷനിങ് ആണ്. എന്താ പറ്റിയെന്ന് ഡിസ്പ്ലേ ഒന്ന് തുടച്ചു നോക്കട്ടെ. അപ്പൊ എയറിനെ കണ്ടീഷൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബേസിക്കലി നമ്മളെല്ലാവരുടെയും മനസ്സിൽ എയർ കണ്ടീഷൻ ചെയ്യാന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലെ AC പറ്റിയിട്ട് ചിന്തയുണ്ടാവും. അപ്പൊ നമ്മളെ വീട്ടിലെ AC എന്ന് വെച്ചാൽ നമ്മൾ ചൂട് കാലത്ത് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം നമ്മളെ വീട്ടിലെ AC ഒക്കെ. അപ്പൊ ഒരിക്കലും അങ്ങനെയുള്ള ഒരു ചിന്ത ഉണ്ടാവാൻ പാടില്ല. എയർ കണ്ടീഷനിങ് എന്ന് വെച്ച് കഴിഞ്ഞാല് 2 പരിപാടികളുണ്ട്. ഹീറ്റിങ്ങും ഉണ്ട്, കൂളിങ്ങും ഉണ്ട്. ഹീറ്റിങ്ങും ഉണ്ട്, കൂളിങ്ങും ഉണ്ട്. കഴിഞ്ഞില്ല, ഇതുകൊണ്ട് നിന്നില്ല എയർ കണ്ടീഷനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അത് നമ്മളെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഭയങ്കര തണുപ്പായിരിക്കും, മഞ്ഞും കാര്യങ്ങളൊക്കെ വീഴുന്ന സ്ഥലം. അപ്പൊ അവിടെ നമുക്ക് വേണ്ടത് ഹീറ്റിംഗ് ആയിരിക്കും, എയറിനെ ചൂടാക്കുകയായിരിക്കും വേണ്ടത്. അതേസമയം നമ്മളെ നാട്ടിലൊക്കെ പൊതുവെ കുറച്ച് ചൂട് കൂടിയ സ്ഥലങ്ങളാണ് അല്ലെ, വേനൽക്കാലത്തൊക്കെ ഭയങ്കര ചൂടായിരിക്കും. അപ്പൊ അവിടെ നമുക്ക് ആവശ്യം കൂളിംഗ് ആണ്. ഇത് രണ്ടുമാണ് എയർ കണ്ടീഷനിങ്ങിന്റെ ഒന്നാമത്തെ പാർട്ട്, ചൂടാക്കുക അല്ലെ തണുപ്പിക്കുക. രണ്ടാമത്തെ പരിപാടി എന്ന് വെച്ചാൽ എയർ കണ്ടീഷനിങ് എന്ന് വെച്ചാൽ ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാം. ഹ്യൂമിഡിറ്റി എന്താന്ന് അറിയണമെങ്കിൽ നമ്മളെ എയർ ബേസിക് ആയിട്ടുള്ള നമ്മളെ സാധാരണ നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന എയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ഡ്രൈ ആയിട്ടുള്ള എയർ അല്ല. ഈ എയറിന്റെ കൂടെ കുറെ ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്. നമ്മളെ കൊറോണ വൈറസ് ഒക്കെ ഉണ്ട് ഇപ്പോഴത്തെ എയറിൻ്റെ അകത്ത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വാട്ടർ വേപ്പറും കൂടി ഉണ്ട്. അതായത് കുറച്ച് നീരാവി ആയിട്ടുള്ള വെള്ളമുണ്ട്. നമ്മളെ കുളത്തിൻ്റെ അകത്തുനിന്നും കിണറ്റിൻ്റെ അകത്തുനിന്നൊക്കെ, പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ അലക്കിയിട്ടതിൻ്റെ അകത്തുനിന്നും ഒക്കെ സൂര്യൻ വലിച്ചെടുത്ത നീരാവിയും ഉണ്ട്. അപ്പൊ അതിന്റെ പേരാണ് വാട്ടർ വേപ്പർ. അപ്പോൾ ഓരോ എയറിൻ്റെ അകത്ത്, ഞാൻ ഇരിക്കുന്നത് നിങ്ങളെ ക്ലാസ് റൂമിൻ്റെ അകത്താണ്. ഈ ക്ലാസ് റൂമിൻ്റെ ഉള്ളിൽ ഉള്ള 2 സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആയിട്ടുള്ള എയറും ഉണ്ട്, വാട്ടർ വേപ്പറും ഉണ്ട്. വാട്ടർ വേപ്പർ ഉണ്ട്, ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് കൊറോണ വൈറസ് ഉണ്ടായിരിക്കും. പിന്നെ ചിലപ്പോൾ കുറച്ച് പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ പോട്ട് നമ്മളെ മെയിനായിട്ട് വേണ്ടത് ഡ്രൈ എയറും വാട്ടർ വേപ്പറും ആണ് നമ്മളൊരു എയർ എന്ന് പറയുന്ന സാധനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം വെറും എയർ മാത്രമല്ല, അത് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ കൂടി മിക്സ് ആയിട്ടുള്ള വെറും എയർ മാത്രമല്ല, അതിന്റെ കൂടെ കുറച്ച് വാട്ടർ വേപ്പർ ഉണ്ടാവും. ഈ വാട്ടർ വേപ്പർ എവിടെ നിന്ന് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്നതാണ് ഈ നീരാവി ആകുന്ന പരിപാടി. കുളത്തിന്റെ അകത്തുനിന്നും നമ്മളെ അലക്കിയിട്ട ഡ്രസ്സിന്റെ അകത്തുനിന്നും
ഒക്കെ നീരാവിയായിട്ട് എയർ പോവും, വാട്ടർ വേപ്പർ പോവും. അതൊക്കെ ഈ അന്തരീക്ഷത്തിൽ തന്നെയാണ് ഉണ്ടാവുക. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഇപ്പൊ ഈ നമ്മള് എന്തായാലും ഓൺലൈൻ ക്ലാസ് അല്ലേ, നിങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് ഒരു കുപ്പി വെള്ളം എടുക്കുക, എന്നിട്ട് നിങ്ങളെ മേശപ്പുറത്ത് വെക്കുക. അപ്പൊ നിങ്ങൾ ഈ ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ആ കുപ്പീന്റെ ചുറ്റും കുറെ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് കാണാൻ പറ്റും. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ക്ലാസ് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾ കുപ്പീന്റെ ചുറ്റും ഉണ്ടാവും ഇഷ്ടം പോലെ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഫോം ചെയ്തിട്ട്. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ അന്തരീക്ഷത്തിന്റെ അകത്ത് നീരാവിയായിട്ടുള്ള എയർ ഒക്കെ കൂടി തണുത്ത വെള്ളമായിട്ട് ടച്ച് ചെയ്യുന്ന സമയത്ത് എന്താവും, കണ്ടൻസേഷൻ പ്രോസസ്സ് വഴി ഇതാവുന്ന വാട്ടർ തിരിച്ച് വാട്ടർ മോളിക്യൂൾസ് തന്നെ ആകുന്ന. അതുകൊണ്ടാണ് നമ്മളെ കുപ്പിക്കെല്ലാം ചുറ്റും ഇത് കാണുന്നത്. അപ്പൊ നമുക്ക് ഒരു കാര്യം ഉറപ്പായി, നമ്മളെ എയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ കൂടി മിക്സ് ആയിട്ടുള്ള എയർ അല്ല, അതായത് ഡ്രൈ ആയിട്ടുള്ള എയർ അല്ല. അതിന്റെ കൂടെ തന്നെ കൂടി ഉണ്ട് കുറച്ച് വാട്ടർ വേപ്പേഴ്സും കൂടി നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ചേർത്തന്നെയാണ് എയർ എന്ന് പറയുന്നത്. അപ്പൊ ഹ്യൂമിഡിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം വാട്ടർ വേപ്പേഴ്സ് നമ്മളെ അടുത്ത് നമ്മൾ നോക്കുന്ന സ്ഥലത്ത് അടങ്ങിയിട്ടുണ്ട്, അതിന്റെ ഒരു കണക്കിനെയാണ് നമ്മൾ ഹ്യൂമിഡിറ്റി എന്ന് പറയാം. ഓക്കെ. അപ്പോൾ ഹ്യൂമിഡിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ വിചാരിക്കും തണുപ്പ് കൂടുതലായിരിക്കും കിട്ടുക, കാരണം കുറെ വെള്ളത്തിന്റെ കണ്ടന്റ് ഉണ്ടല്ലോ. അങ്ങനെയല്ല സംഭവം. ഹ്യൂമിഡിറ്റി കൂടുന്നതനുസരിച്ചിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് വേർക്കാനൊക്കെ തുടങ്ങും നമ്മൾ. കാരണം എന്ന് വെച്ചാൽ ഈ വാട്ടർ വേപ്പർ എന്ന് പറയുന്നത് നീരാവി ആയിട്ടാണ്. വാട്ടർ വേപ്പർ സ്റ്റേറ്റിലാണ്. വേപ്പർ സ്റ്റേറ്റ് ആവുകയെന്ന് വെച്ചാൽ ചൂടുള്ള സമയത്തെ വാട്ടർ വേപ്പർ ആവുള്ളൂ. അപ്പൊ ആ ചൂടുള്ള വേപ്പറാണ് നമുക്ക് ചുറ്റും ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്റെ ഫോണിന്റെ അകത്ത്, നമ്മളെ ഫോണിന്റെ അകത്തൊക്കെ കാണിക്കും ഈ ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞ സാധനം. കാണണമെങ്കിൽ വെതർ എടുത്ത് നോക്കിയാൽ മതി. ഫോണിന്റെ അകത്ത് വെതർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളെ ഇന്നത്തെ ടെമ്പറേച്ചറും ഇന്നത്തെ നിങ്ങളെ കോളേജിന്റെ അടുക്കുള്ള ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ. അതിങ്ങനത്തെ നോക്കി കഴിഞ്ഞാൽ ഹ്യൂമിഡിറ്റി നമുക്ക് കാണാൻ പറ്റും 76% ഇന്നത്തെ ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് 76% വാട്ടർ വേപ്പർ അടങ്ങിയിട്ടുണ്ട് എന്ന് അർത്ഥം. ഇന്നത്തെ എയറിൽ ഈ ഒരു സ്ഥലത്തുള്ള കണ്ണൂർ റേഞ്ചിൽ 76% ഹ്യൂമിഡിറ്റി ഉണ്ട്, 27 ഡിഗ്രി സെൽഷ്യസും ആണ്. അപ്പൊ സാധാരണ നമുക്കറിയാം 27 ഡിഗ്രി സെൽഷ്യസ് എന്ന് വെച്ചാൽ അത്ര വലിയ ചൂടുള്ള ടെമ്പറേച്ചർ ഒന്നല്ല. പക്ഷെ എന്നാലും എനിക്കൊരു അസ്വസ്ഥത ഉണ്ടാവും. നിങ്ങൾക്കും എല്ലാം വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരു അസ്വസ്ഥത ഉണ്ടാവും. ഒരു ചെറിയൊരു വേർപ്പിന്റെ പ്രശ്നങ്ങളൊക്കെ വരുന്നില്ലേ, ചൂടെടുക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ടാ? എന്താ ഒരു പിരിമുറുക്കമില്ലേ മൊത്തത്തില്? രാവിലെ എണീക്കുന്ന സമയത്ത് മാത്രമേ കുറച്ച് തണുപ്പുണ്ടായിട്ടുള്ളൂ. ഇപ്പൊ ഒക്കെ ഒരുമാതിരി നമ്മളൊരു വേർക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. 27 ഡിഗ്രി സെൽഷ്യസേ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ എന്നാലും നമുക്കൊരു ചൂട് അനുഭവപ്പെടുന്നുണ്ട്, ഒരു വൃത്തികെട്ട ഒരു ചൂട് അനുഭവപ്പെടുന്നുണ്ട്. ഈ വൃത്തികെട്ട ചൂടിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം 76% നമ്മളെ ഹ്യൂമിഡിറ്റി ഉള്ളത്. 76% ഹ്യൂമിഡിറ്റി ഉണ്ട്. അതായത് 76% വാട്ടർ വേപ്പർ അടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്, ഈ എയറിൻ്റെ അകത്ത്. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യാൻ കാരണം. അപ്പൊ എയർ കണ്ടീഷനിങ്ങിന്റെ മറ്റൊരു പരിപാടി എന്ന് വെച്ചാൽ ഈ ഹ്യൂമിഡിറ്റിനെ കൺട്രോൾ ചെയ്യാന്നുള്ളതാണ്. വെറും ഹീറ്റിങ്ങും കൂളിങ്ങും മാത്രമല്ല, രണ്ടാമത്തെ ഘടകമാണ് ഈ ഹ്യൂമിഡിറ്റിനെ കൺട്രോൾ ചെയ്യാന്നുള്ളത്. ഇനി കഴിഞ്ഞില്ല, ഒരാളും കൂടെ ഉണ്ട്. അതിനാണ് നമ്മള് മൂന്നാമത്തെ സാധനമുണ്ട്. മൂന്നാമത്തെ സാധനത്തിന്റെ പേരാണ് പ്യൂരിറ്റി എന്ന് പറയും. എയറിന്റെ പ്യൂരിറ്റി വർദ്ധിപ്പിക്കുക. ഓക്കെ. അതാണ് നമ്മളെ മൂന്നാമത്തെ പോയിന്റ് വരുന്നത്, എയറിന്റെ പ്യൂരിറ്റീനെ കൂട്ടുക. പ്യൂരിറ്റി എന്ന് വെച്ചാൽ അതുകൊണ്ടാണ് നമ്മൾ ഈ ICUവിന്റെ അകത്തൊക്കെ, ഈ ഓപ്പറേഷൻ തിയേറ്ററിലും ICUവിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നല്ല തണുപ്പായിരിക്കും. കാരണം തണുത്ത എയറിലാണ് നമുക്ക് പരമാവധി ബാക്ടീരിയസിനൊക്കെ ഒഴിവാക്കാൻ പറ്റുക. അതുകൊണ്ടാണ് നമ്മൾ പ്യൂരിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആരെയും ഉപയോഗിക്കുന്നത്, എയർ കണ്ടീഷനിങ് പ്രോസസ്സ് തന്നെ ഉപയോഗിക്കുന്നത്. ഇതും കഴിഞ്ഞില്ല, ലാസ്റ്റ് ഉള്ള പോയിന്റാണ്, നാലാമത്തെ പോയിന്റാണ് മൂവ്മെന്റ് ഓഫ് എയർ. അതായത് എയറിന്റെ മൂവ്മെന്റ്. നമ്മൾ ഫാന് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും AC-ൻ്റെ അകത്തൊക്കെ. നമ്മളെ കാറിൻ്റെ അകത്തുള്ള AC ആയാലും നമ്മൾ അതിൻ്റെ അകത്തൊരു ഫാനിന്റെ നോബ് ഇട്ടിട്ടുണ്ട്. 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞിട്ട് സ്പീഡ് ഉണ്ടാവും അതിന്, അല്ലേ? അതിനെയാണ് നമ്മൾ മൂവ്മെന്റ് ഓഫ് എയർ എന്ന് ഉദ്ദേശിക്കുന്നത്.
നമുക്ക് നല്ലോണം തണുത്ത കാറ്റ് നമ്മളെ മുഖത്ത് നല്ലോണം പെട്ടെന്ന് പെട്ടെന്ന് അടിക്കണമെങ്കിൽ നമ്മൾ അതിന്റെ സ്പീഡ് കൂട്ടി കൂട്ടി കൊണ്ടുവരും. ഇനി അത്രത്തോളം നമുക്ക് കാറ്റ് അടിക്കേണ്ടെന്നില്ല. നമുക്ക് രാത്രി സമയത്തൊന്നും അത്രക്ക് കാറ്റ് നമ്മളെ മുഖത്തേക്ക് അടിക്കേണ്ട ആവശ്യമല്ല. ഉച്ച സമയത്തൊക്കെയാണ് അത്രയും സ്പീഡിൽ നമുക്ക് സർക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അത് കുറക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതും കുറക്കാനുള്ള പ്രൊവിഷൻ എയർ കണ്ടീഷനിങ്ങിനകത്ത് ഉണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മളെ എയർ കണ്ടീഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പറയാനുള്ളത്. ഒരിക്കലും വിചാരിക്കരുത് കൂളിംഗ് മാത്രമാണ് എയർ കണ്ടീഷനിങ്. കൂളിംഗ് മാത്രമല്ല, ഹീറ്റിംഗ് പ്ലസ് കൂളിംഗ് ആണ് നമ്മളുടെ എയർ കണ്ടീഷന്റെ ഒന്നാമത്തെ ഘട്ടം. രണ്ടാമത്തെ ഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എയറിൻ്റെ അകത്ത് വെറും കാർബൺ ഡൈ ഓക്സൈഡും നൈട്രജനും മറ്റേ ഓക്സിജനും മാത്രമൊന്നല്ല ഉള്ളത്, കുറച്ച് വാട്ടർ വേപ്പർ അടങ്ങിയിട്ടുണ്ട്. എല്ലാ നാട്ടിലും പോയി കഴിഞ്ഞാൽ ഈ വാട്ടർ വേപ്പർ ഉണ്ടാവും അടങ്ങിയിട്ട്. അപ്പം അടുത്ത വരുന്നതാണ് ഡ്രൈ എയറും വാട്ടർ വേപ്പറും ഉണ്ടാവും. അപ്പൊ അതിനെയാണ് നമ്മൾ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. വാട്ടർ വേപ്പറിന്റെ കണ്ടന്റ് ഇല്ല, എത്രത്തോളം പെർസെൻറ്റേജ് ഉണ്ട് എന്ന്. അപ്പൊ ആ ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാം. പിന്നെ പറയുന്നതാണ് പ്യൂരിറ്റി, എയറിന്റെ പ്യൂരിറ്റീനെ കൺട്രോൾ ചെയ്യാം. ലാസ്റ്റ് ഉള്ളതാണ് മൂവ്മെന്റ് ഓഫ് എയർ, എയറിന്റെ നമ്മളെ സഞ്ചാര സ്വാതന്ത്ര്യം, അതൊക്കെ കൂടി കൺട്രോൾ ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്കുള്ളത്. പിന്നെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, എന്നാലും നമ്മൾ ഒന്നുകൂടെ പറയാം. നമ്മളൊരു 25 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് നമുക്കൊരു ഹ്യൂമന്റെ കംഫേർട്ട് ടെമ്പറേച്ചർ വരുന്നത്. 25 ഡിഗ്രി സെൽഷ്യസിലൊക്കെയാണ് ഹ്യൂമൻ കംഫേർട്ട് വരുന്നത്. അതേപോലെ തന്നെ ഹ്യൂമിഡിറ്റി എത്ര ആയിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 56-60% ഒക്കെ ആണെങ്കിൽ നമുക്ക് നല്ല കംഫേർട്ട് ആയിരിക്കും. നമ്മുടെ വീട്ടിലുള്ള ടെമ്പറേച്ചർ ഈ ഐറ്റംസ് ഒക്കെ 25 ഡിഗ്രി സെൽഷ്യസും 56-60 ഡിഗ്രി ഹ്യൂമിഡിറ്റി ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അതിനാ നമുക്ക് നല്ല കംഫേർട്ട് ആയിട്ടുള്ള ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥയായിരിക്കും അത്. അങ്ങനത്തെ ഒരു കാലഘട്ടമൊക്കെ വരുമായിരിക്കും. ഡിസംബർ മാസമൊക്കെ ചിലപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെയാണെന്ന് അറിയില്ല. ആ ഒരു ഡിസംബർ, നവംബർ ലാസ്റ്റ് ഡിസംബർ ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു സ്റ്റേജിൽ എത്തും. നമ്മൾ കേരളത്തിൽ ഈ കംഫേർട്ട് സോൺ വരുന്ന ഒരു ടെമ്പറേച്ചർ വരുത്തുന്നുണ്ട്. അപ്പോൾ ആ ഡിസംബർ റേഞ്ചിലാണെന്നാണ് എൻ്റെ ഒരു ധാരണ. ഓക്കെ. അതേപോലെ തന്നെ ഈ ഹ്യൂമിഡിറ്റി ഏറ്റവും കൂടുതൽ കൂടുകയെന്ന് വെച്ചാൽ വേനൽക്കാലത്തായിരിക്കും. കാരണം വേനൽക്കാലത്ത് സൂര്യൻ നല്ല കത്തി ജ്വലിച്ച് നിൽക്കുന്ന സമയമായിരിക്കും. അപ്പൊ ഈ കണ്ട ഈ എന്ത് സാധനം ആറിയിട്ടാലും നമ്മളെ വയലിൻ്റെ അകത്തും പുഴേൻ്റെ അകത്തൊക്കെയുള്ള വെള്ളവും ഒക്കെ നീരാവിയായിട്ട് വരും. അതുകൊണ്ട് തന്നെയാണ് വേനൽക്കാലത്ത് ഹ്യൂമിഡിറ്റി കൂടുന്നത്. മഴക്കാലത്ത് കുറയും. കാരണം മഴക്കാലത്ത് നമ്മൾ ഓൾറെഡി നല്ല തണുത്ത വെള്ളം താഴത്തേക്ക് വീഴുന്നുണ്ട്. അപ്പൊ ഈ അന്തരീക്ഷത്തിന്റെ അകത്തുള്ള വേപ്പറായിട്ടുള്ള വെള്ളവും തണുത്ത വെള്ളവും കൂടി മിക്സ് ആയിട്ട് അതങ്ങ് ഇല്ലാണ്ടായിക്കോളും. ഇത്രയാണ് നമുക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറയാനുള്ളത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് ഏതൊക്കെ ടൈപ്പ് എയർ കണ്ടീഷനിങ് ഉണ്ട് എന്നാണ്. ഇതൊക്കെ ജനറൽ ആയിട്ടുള്ള തിയറി പാർട്ട് മാത്രമാണ്. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ വരുന്നത് ഒന്ന് അക്കോർഡിംഗ് ടു പർപ്പസ്. അക്കോർഡിംഗ് ടു പർപ്പസ് അതായത് നമ്മളെ ആവശ്യം എന്താണെന്ന് നോക്കിയിട്ട് ബേസ് ചെയ്തിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉള്ളത് ഒന്ന് കംഫേർട്ട് എയർ കണ്ടീഷനിങ്ങും രണ്ടാമത്തെ പോയിന്റ് വരുന്നത് ഇൻഡസ്ട്രിയൽ എയർ കണ്ടീഷനിങ്ങും ആണ്. ഇൻഡസ്ട്രിയൽ എയർ കണ്ടീഷനിങ്, കംഫേർട്ട് എയർ കണ്ടീഷനിങ് എന്ന് വെച്ചാൽ നമ്മളെ മനുഷ്യന്മാർക്കും മൃഗങ്ങൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള തണുപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ എയർ കണ്ടീഷനിങ് ഉപയോഗിക്കുന്നുണ്ട്. രണ്ടാമതുള്ളത് ഇൻഡസ്ട്രിയൽ എയർ കണ്ടീഷനിങ്. അത് നമ്മൾ ATMന്റെ റൂമിന്റെ അകത്തൊക്കെ കയറിക്കാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ATM മെഷീനൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ അത് നല്ല തണുപ്പുള്ള സിറ്റുവേഷനിൽ തന്നെ വർക്ക് ചെയ്യണം. തണുപ്പുള്ള ഒരു അറ്റ്മോസ്ഫിയർ അതിന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. എന്നാലേ ATM മെഷീനും പിന്നെ നമ്മളെ വലിയ വലിയ കമ്പ്യൂട്ടറും ഒക്കെ വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഈ ഒരു എയർ കണ്ടീഷനിങ് ആ റൂമിൽ വേണം. അതിനാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ എയർ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. കംഫേർട്ട് എയർ കണ്ടീഷനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യന്മാർക്കും മൃഗങ്ങൾക്കും ഒക്കെ ആവശ്യമായിട്ടുള്ള
അത് നിങ്ങള് പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ ഒരു അനാക്കോണ്ട ഉണ്ട് കണ്ടു. അനാക്കോണ്ട തന്നെയല്ല, അല്ല രാജവെമ്പാലയാ. ആ, അങ്ങനെ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു. അതിനെ ചില്ലിന്റെ കൂട്ടിൽ ഇട്ടിട്ടാണ്. അതിന് ഫുള്ള് എ സി ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം അത് ഇവിടുത്തെ കാലാവസ്ഥയിൽ അങ്ങനെ ജീവിക്കാത്തതാണ്. അപ്പൊ അതിനെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അതിന് സ്വന്തമായിട്ടൊരു മറ്റേ AC റൂമൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ആണ് ഇതിനെ ഇട്ടിട്ടുള്ളത്. നമുക്ക് കാണാനൊന്നും പറ്റില്ല, ഫുൾ കൂളിംഗ് ഉള്ള റൂമാണ്. ജസ്റ്റ് ഒരു മിന്നായം പോലെ കാണാനേ പറ്റുള്ളൂ അതിനെ, അത്രയും സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ. ഞാൻ അങ്ങോട്ടേക്ക് പറശ്ശിനിക്കടവൊക്കെ പോകുന്ന സമയത്ത് സ്നേക്ക് പാർക്കിലേക്ക് കയറിയിട്ട് നോക്കുക. അതൊക്കെ എന്ന് വെച്ചാൽ മനുഷ്യന്മാർക്ക് മാത്രമല്ല, കംഫർട്ടിന് വേണ്ടിയിട്ട് മൃഗങ്ങൾക്കും ഒക്കെ കംഫർട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ കംഫർട്ട് എയർ കണ്ടീഷനിങ് ഉപയോഗിക്കുന്നത്. ഇൻഡസ്ട്രിയൽ എയർ കണ്ടീഷനിങ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ATM മെഷീൻസും പിന്നെ പല പല കമ്പ്യൂട്ടർ റിലേറ്റഡ് മെഷീൻസും പിന്നെ റോബോട്ടിക്സും ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഡസ്ട്രിയൽ എയർ കണ്ടീഷനിങ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടൈപ്പ് വരുന്നത് അക്കോർഡിംഗ് ടു സീസൺ ഓഫ് എയർ ആണ്. അക്കോർഡിംഗ് ടു സീസൺ ആണ്. സീസണിനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മളെ നാട്ടിൽ 2-3 സീസണൊക്കെ ഉണ്ട്. ഏതാ? വിന്റർ സീസൺ, അതായത് വിന്റർ എയർ കണ്ടീഷനിങ് എന്ന് പറയും. അപ്പോൾ വിന്റർ എയർ കണ്ടീഷനിങ്. രണ്ടാമത്തെ വിന്റർ ഉണ്ടെങ്കിൽ നമുക്കറിയാം സമ്മർ ഉണ്ട്. അപ്പൊ സമ്മർ എയർ കണ്ടീഷനിങ് എന്ന് പറയും. വിന്ററും സമ്മറും കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇപ്പം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്നാമത്തെ ടൈപ്പാണ്. സാധാരണ നമ്മളെ വീട്ടിലും ഒക്കെ ഉള്ളത് അതിനെയാണ് ഇയർ റൗണ്ട് എയർ കണ്ടീഷനിങ്. കാരണം കേരളത്തിലെ കാലാവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട് കാലമുണ്ട്, ചില വിന്റർ സീസണും ഉണ്ട്, സമ്മർ സീസണും ഉണ്ട്, എല്ലാം കൂടി മിക്സ് ആണ്. അപ്പൊ നമ്മൾ കേരളത്തിലൊക്കെ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇയർ റൗണ്ട് എയർ കണ്ടീഷനിങ് ആണ്. അപ്പൊ നിങ്ങൾ റിമോട്ട് എടുത്ത് നോക്കുക, ആരെങ്കിലുമൊക്കെ വീട്ടിൽ AC ഉണ്ടെങ്കിൽ റിമോട്ട് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് ചിലപ്പം മിനിമം വാല്യൂ ഒന്നിക്കൽ 16 അല്ലെങ്കിൽ 18 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ഏറ്റവും ചെറിയ ടെമ്പറേച്ചർ. അത് ഓരോ റിമോട്ട് അനുസരിച്ചിട്ട് മാറേ. മിസ്റ്റ് വിഷീൻഡിങ് അങ്ങനത്തെ ഓരോ എയർ കണ്ടീഷനിങ് ഒക്കെ ആണെങ്കിൽ 16 വരെ പോകുന്ന പറയുന്നത്. 16 തൊട്ട് 18 ഡിഗ്രി സെൽഷ്യസ് വരെയായിരിക്കും അതിന്റെ മിനിമം ഉണ്ടാകും. മാക്സിമം നിങ്ങൾക്ക് 35 ഒക്കെ കാണാൻ പറ്റും. 35 ഡിഗ്രി സെൽഷ്യസ് വരെ നമുക്ക് ചൂടാക്കാനും പറ്റും. അതേ നമ്മളെ സെയിം നമ്മളെ വീട്ടിലുള്ള AC തന്നെ നമുക്ക് ചൂടാക്കാനും പറ്റും, തണുപ്പിക്കാൻ പറ്റും. ഇനിയിപ്പം വീട്ടിൽ AC ഇല്ലാത്ത ആൾക്കാർ നേരെ കാറിൽ കയറിയിരിക്കുക. എന്തായാലും കാറിൽ യാത്ര ചെയ്യാത്ത ആൾക്കാർ ഉണ്ടാവില്ല. കാറിൽ കയറിയിരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാവും ഇതേപോലെ തന്നെ നമുക്ക് ഈ ടെമ്പറേച്ചർ കുറക്കാനും പറ്റും കൂട്ടാനും പറ്റും. കാറിൻ്റെ ഉള്ളിൽ ഒന്ന് ഹീറ്റർ ഓൺ ആക്കി ഇടാൻ പറഞ്ഞാൽ മതി ഓടിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ഇട്ട് നോക്കുക. കാരണം അത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കാർ എടുക്കുകയാണെങ്കിൽ കാറിൻ്റെ അകത്തൊരു നോബ് ഉണ്ടാവും. കാറിൻ്റെ അകത്തൊരു നോബ് ഉണ്ടാവും, ഒരു ചെറിയൊരു ഇതൊക്കെ ആയിട്ട്. എന്നിട്ടൊരു മഴവില്ല് പോലത്തെ സാധനം ഉണ്ടാവും, ഒരു ഡയഗ്രാം. ആ ഡയഗ്രത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് ഫുൾ നീല കളറായിരിക്കും, ഇപ്പർ സൈഡ് ഫുൾ നീല കളറിൽ കാണിക്കുന്നുണ്ടാവും. റൈറ്റിലേക്ക് പോകുമ്പോഴത്തേക്ക് അത് ചുവപ്പ് കളറായിട്ടുണ്ടാവും. നമ്മൾ സാധാരണ രീതിയിൽ ഇപ്പം കേരളത്തിലൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഈ കാറിന്റെ നോബ് ഇവിടെയാണ് ഉണ്ടാകുക, ഈ ഭാഗത്തേക്ക് കാണിച്ചിട്ടുണ്ട്. അതായത് ഇത് മിനിമം ടെമ്പറേച്ചർ ആണെന്ന് അർത്ഥം. ഇതായിരിക്കും 18 ഡിഗ്രി സെൽഷ്യസ് വരുന്നത്. ഇതെന്ത് ഇന്ന് ഇങ്ങനെ ഇപ്പൊ ടച്ച് 18 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. റൈറ്റ് സൈഡിലാണ് നമ്മള് 35 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ഉണ്ടാകുക. കാറിൽ കയറുന്ന സമയത്ത് ഒന്ന് നോക്കുക, ഇങ്ങനെ ഒരു നോബ് ഉണ്ടാവും. നോബിന്റെ അകത്ത് നമ്മളെ നോബ് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് തിരിച്ചിട്ടായിരിക്കും.
സാധാരണഗതിയിൽ ഇങ്ങനെ ലെഫ്റ്റിലേക്കായിരിക്കും ഈ നോബിന്റെ പോയിന്റർ ഫേസ് ചെയ്തിട്ടുണ്ടാവുക. കാരണം നമുക്ക് മാക്സിമം തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ നോബ് തിരിക്കുന്നതനുസരിച്ച് നമുക്ക് ടെമ്പറേച്ചർ മാറ്റി മാറ്റി കൊണ്ടുവരാം. ഇങ്ങനെ 20 ആക്കാം, 25 ആക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നോബിനെ തിരിച്ചിരിച്ച് കൊണ്ടുവരാം. ഇനി നേരെ റൈറ്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ കൂടുതൽ ടെമ്പറേച്ചർ ഉണ്ടാവും. അപ്പോൾ നമ്മളെ കാറിൽ ഉപയോഗിക്കുന്ന എ സിയും എന്ത് തന്നെയാണ്? ഇയർ റൗണ്ട് എയർ കണ്ടീഷനിങ് തന്നെയാണ് നമ്മളെ കാറിൻ്റെ അകത്തും വീട്ടിലൊക്കെ ഇവിടെ യൂസ് ചെയ്യുന്നത്. കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈപ്പ് എയർ കണ്ടീഷനിങ് ആണ്. പിന്നെ നെക്സ്റ്റ് ടൈപ്പിന് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു അറേഞ്ച്മെന്റ് ആണ്. ഇതിന്റെ അറേഞ്ച്മെന്റിനെ ബേസ് ചെയ്തിട്ട് എ സിന്റെ അറേഞ്ച്മെന്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ക്ലാസിഫൈ ആണെങ്കിൽ അതിനെ പറയുന്നതാണ് എ യൂണിറ്ററി എയർ കണ്ടീഷനിങ്ങും, ബി സെൻട്രൽ എയർ കണ്ടീഷനിങ്. അറിയാലോ എന്താന്നല്ല, നമ്മളെ വലിയ വലിയ മോളിലൊക്കെ സെൻട്രൽ എയർ കണ്ടീഷനിങ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. സെൻട്രലൈസ്ഡ് എ സി എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവും. യൂണിറ്ററി എയർ കണ്ടീഷനിങ് ആണ് നമ്മൾ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്നത്. നമ്മളെ വീടിന്റെ ചുമരിന്റെ ഇപ്പുറത്തെ സൈഡ് തണുപ്പിക്കുന്ന ഭാഗമുണ്ടോ, ചുമരിന്റെ അപ്പുറ സൈഡ് ഇതിന്റെ കംപ്രസറും കണ്ടൻസറും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള 2 സെറ്റ് ഉണ്ടാവും. ഇതാണ് നമ്മളെ വീടിന്റെ ചുമരെങ്കിൽ, ഇതാണ് നമ്മളെ വീട് എന്ന് വിചാരിക്കുക, വീടിന്റെ ഒരു ചുമരാന്ന് വിചാരിക്കും. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ടാവും. അതിന്റെ ഡിസ്പ്ലേ യൂണിറ്റും ഇതിന്റെ തണുത്ത കാറ്റ് വരുന്ന ഒരു ഏരിയ. ഇതുവഴി പൈപ്പ് തുറന്നിട്ടായിരിക്കും അപ്പർ സൈഡ് ഒരു വലിയ പെട്ടി ഉണ്ടാവും, ഒച്ചയാക്കുന്ന പെട്ടി. അതൊക്കെ പുറത്താണ്ടാകുക. ഇവിടെയാണ് നമ്മൾ കംപ്രസറും കണ്ടൻസറൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പൊ ഇതിനൊക്കെ അത് യൂണിറ്ററി എയർ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. യൂണിറ്ററി എന്ന് വെച്ചാൽ ഒരു യൂണിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മളെ ഈ പുറത്തുള്ള കംപ്രസറും കണ്ടൻസറൊക്കെ ഉള്ള ഒരു ഫുൾ യൂണിറ്റ് പ്ലസ് നമ്മളെ ഉള്ളിലുള്ള ഇവാപ്പറേറ്റർ കോയിൽ വെച്ചിട്ടുള്ള യൂണിറ്റ് ഉള്ളിലാണ് ഉണ്ടാവുക വീട്ടിന്റെ. ഇതിനെയാണ് യൂണിറ്ററി എയർ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. സെൻട്രൽ എയർ കണ്ടീഷനിങ് ആണെങ്കിൽ നമ്മളെ ഷോപ്പിംഗ് മോളിലൊക്കെ ഉള്ള സെറ്റപ്പാണ്. അതായത് ഷോപ്പിംഗ് മോളിലൊക്കെ എവിടെ പോയാലും തണുപ്പ് കിട്ടും നമുക്ക്. അപ്പൊ അങ്ങനെ സ്ഥലത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന വെച്ചാൽ സെൻട്രൽ എയർ കണ്ടീഷനിങ് ആണ്. സെൻട്രൽ എയർ കണ്ടീഷനിങ്ങിൽ വരുന്ന സമയത്താണ് നമ്മൾ ഈ ഡക്റ്റിന്റെ ഡിസൈനും HVAC എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ ഒരു കോഴ്സ് ഒക്കെ ഉണ്ട്. ഹീറ്റ് ആൻഡ് വെന്റിലേഷൻ, HVACന്റെയും അങ്ങനത്തെ കുറെ ഇതൊക്കെ വരുന്നത് സെൻട്രൽ എയർ കണ്ടീഷനിങ്ങിന്റെ അകത്താണ്. അതായത് നമ്മൾ സെൻട്രൽ എയർ കണ്ടീഷനിങ്ങിലാണ് വരുന്നത്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ യൂണിറ്റ് ആയിരിക്കും, ഒരു വലിയ യൂണിറ്റ്, ഒന്നോ ചിലപ്പോൾ 2-3 ഉണ്ടാവും. 1-2 AC വലിയ യൂണിറ്റ് നമ്മൾ ഒരു സ്ഥലത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇത് വെച്ചിട്ട് നമ്മൾ ഒരു വലിയ ഡക്റ്റ് വഴിയാണ് ഫുള്ള് നമ്മൾ ഓരോ ഷോപ്പിലേക്കും, കുറെ ഷോപ്പുകൾ ഉണ്ടാവും, ആ ഷോപ്പിന്റെ ഉള്ളിലേക്കൊക്കെ ഈ ഡക്റ്റ് വഴി നമ്മൾ എയർ പാസ് ചെയ്ത് കൊടുക്കുക ചെയ്യാം. അതുകൊണ്ടാണ് നമുക്ക് എല്ലാ സ്ഥലത്തും പോയി കഴിഞ്ഞാൽ തണുപ്പ് കിട്ടുന്നത്. വർക്ക് ചെയ്യുന്നത് ഒരൊറ്റ സ്ഥലത്തു നിന്നായിരിക്കും. അതിൻ്റെ അകത്തുനിന്ന് ഡക്റ്റ് വഴിയാണ് നമ്മൾ ഓരോരോ നമ്മളെ ഇൻഡിവിജ്വൽ ഷോപ്പിലേക്കും ഒക്കെ എയർ കണ്ടീഷനിങ് കൊടുക്കുന്നത്. ഇങ്ങനെ വലിയ ഡക്റ്റ് ഉണ്ടാവും. ആ ഡക്റ്റിന്റെ അകത്തുനിന്ന് ഇങ്ങനെ ഓരോ പോയിന്റിലേക്ക് നമ്മൾ കൊടുക്കുക ചെയ്യാം ഈ തണുപ്പിക്കുന്നത്. അതായത് ഇതിന്റെ തന്നെ കുറച്ചുകൂടെ വെറൈറ്റി രൂപം, കുറച്ചുകൂടെ സെൻട്രലൈസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് ജനറേറ്റ് ചെയ്യുന്നത്, തണുത്ത എയർ ജനറേറ്റ് ചെയ്യുന്നത് ഇവിടെ നിന്നാണെന്ന് മാത്രം, എന്നിട്ട് ബാക്കി എല്ലാ കാലത്തും സപ്ലൈ ചെയ്ത് കൊടുക്കൽ മാത്രം. ഈ ഒരു പ്രോസസ്സിനാണ് നമ്മൾ സെൻട്രൽ AC എന്ന് പറയുന്നത്. നമുക്ക് ഇത്രയാണ് നമ്മളെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ക്ലാസിഫിക്കേഷൻ ഒന്നും ക്വസ്റ്റ്യനിൽ ചോദിക്കൂല, എങ്കിലും നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. മെയിനായിട്ട് വരുന്നത് ഒന്നുകൂടെ പറയുകയാണെങ്കിൽ, ക്ലാസിഫിക്കേഷൻ വരുന്നത് അക്കോർഡിംഗ് ടു പർപ്പസ് നോക്കുകയാണെങ്കിൽ നമ്മളെ കംഫർട്ട് എയർ കണ്ടീഷനിങ് ഉണ്ട്. അതായത് മനുഷ്യന്മാർക്കും മൃഗങ്ങൾക്കൊക്കെ കംഫർട്ടായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എയർ കണ്ടീഷനിങ് പരിപാടി ഉണ്ട്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ എയർ കണ്ടീഷനിങ് ഉണ്ട്. ഇൻഡസ്ട്രിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷീനറി ഒക്കെ മര്യാദയ്ക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അക്കോർഡിംഗ് ടു സീസൺ എടുക്കുകയാണെങ്കിൽ, കാലാവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ വിന്റർ എയർ കണ്ടീഷനിങ് ഉണ്ട്, സമ്മർ എയർ കണ്ടീഷനിങ് ഉണ്ട്. ഇത് നമ്മൾ പൊതുവെ ഉപയോഗിക്കാറില്ല. നമ്മൾ ഉപയോഗിക്കാറെന്ന് വെച്ചാൽ മൂന്നാമത്തെ ടൈപ്പാണ് ഇയർ റൗണ്ട് എയർ കണ്ടീഷനിങ്.
ഇയർ റൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മർ ആയാലും വിന്റർ ആയാലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം അതിന്റെ പേരിലാണ് ഞാൻ ഈ കാറിന്റെ നോബും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് 18 ഡിഗ്രി സെൽഷ്യസ് 35 ഡിഗ്രി സെൽഷ്യസ് വരെ നമുക്ക് പോവാന്നൊക്കെ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് അറേഞ്ച്മെന്റ് വെച്ചിട്ട് വരുന്നതാണ് യൂണിറ്ററി എയർ കണ്ടീഷനിങ്. അതായത് സിംഗിൾ യൂണിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, നമ്മളെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്നത് പോലെ. കാരണം നമ്മളെ വീട്ടിൽ ഇനി അടുത്ത റൂമിൽ നിങ്ങളെ ഏട്ടൻ്റെയോ അനിയൻ്റെയോ അല്ലെ പെങ്ങന്മാരുടെയോ റൂമിൽ പുതിയ എ സി വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലത്തെ വേറൊരു യൂണിറ്റ് മേടിച്ചിട്ടാണ് വെക്കുക. നമ്മളെ വീടുകളിലൊന്നും നമ്മൾ സെൻട്രൽ എ സി വെക്കുന്നില്ല. പിന്നെ മോഹൻലാലിന്റെ വീട്ടിലൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. മോഹൻലാലിന്റെയും മമ്മൂട്ടിന്റെ ഒക്കെ വീട്ടിൽ സെൻട്രലൈസ്ഡ് എ സി ആണെന്നൊക്കെ പറയുന്ന കേട്ട്, അറിയില്ല. അപ്പം പിന്നെയുള്ളതാണ് സെൻട്രൽ എ സി. സെൻട്രൽ എ സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പോയിന്റ് നിന്നായിരിക്കും നമ്മൾ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടാവുക, തണുപ്പിക്കുന്ന എയർ. അത് ഡക്റ്റ് വഴി നമ്മൾ ഓരോ റൂമിലേക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കലാണ്. അപ്പോൾ ഓരോ ഷോപ്പ് നമുക്ക് ഈ ഷോപ്പ് ഇപ്പോൾ പെട്ടെന്ന് ഒരു 6 മണിക്ക് പൂട്ടുന്നുണ്ടെങ്കിൽ ഇതിന്റെ വാൾവ് അവർ ക്ലോസ് ചെയ്ത് കൊടുക്കലാണ്. ബാക്കിയുള്ള ഷോപ്പിലേക്ക് എയർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് സെൻട്രലൈസ്ഡ് എ സി വർക്ക് ചെയ്യുന്നത്. അവിടെ വരുന്നതാണ് HVACന്റെ ഡിസൈനിങ്, പൈപ്പിംഗ് ഡിസൈൻ ഒക്കെ വരുന്നത്. ഡക്റ്റ് ഡിസൈൻ എന്നൊക്കെ പറയും അതിനാ. ഇത്രയാണ് നമ്മളെ മെയിനായിട്ടുള്ള ടോപ്പിക്ക് പഠിക്കാനുള്ളത്. ബാക്കി തന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ് സൈക്രോമെട്രിക് ചാർട്ട്. അവിടെ നിന്ന് തൊട്ടാണ് നമ്മളെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. എൻ്റെ പേരാണ് സൈക്കോമെട്രി എന്ന് പറയും. ഇവിടുന്ന് തൊട്ടാണ് നമ്മൾ ഓരോന്ന് പഠിക്കാൻ, ഇതിൻ്റെ അകത്തുള്ള പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇത്രയും സമയം ഞാൻ പറഞ്ഞതൊക്കെ വെറുതെ ഒരു തിയറി മാത്രമായിരുന്നു. നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ള സൈക്കോമെട്രി ആണ്. സൈക്കോമെട്രി തൊട്ടാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്, പ്രോബ്ലംസും കാര്യങ്ങളിലേക്കൊക്കെ പോവാം. ഒരു റൂമിന് ആവശ്യമായിട്ടുള്ള ഇതെത്രയാണെന്നും എത്ര ടണ്ണ് വെക്കേണ്ടി വരുന്നു, അങ്ങനത്തെ കുറെ പ്രോബ്ലംസിലേക്കൊക്കെ പോകാൻ പോകുന്നത് സൈക്കോമെട്രി വെച്ചിട്ടാണ്. സൈക്കോമെട്രിനകത്ത് നമ്മൾ കുറേ ടേംസ് ഒക്കെ പഠിക്കാനുണ്ട്. ടേംസ് ഒക്കെ സിമ്പിളാണ്. ഒരു സൈക്കോമെട്രിക് ചാർട്ട് എന്ന് പറഞ്ഞൊരു ചാർട്ട് നിങ്ങളുടെ ഡാറ്റാ ബുക്കിൻ്റെ അകത്ത് ഉണ്ടാവും. എല്ലാ ടേംസും ആ ചാർട്ടിൽ തന്നെ ഉണ്ട്. അതിന്റെ ഡെഫിനേഷൻ ഇല്ലാന്നേ ഉള്ളൂ. ഡെഫിനേഷൻ നമുക്ക് സുഖമായിട്ട് എഴുതാം, അതിന്റെ യൂണിറ്റ് അവിടെ ഉണ്ടാവും. സൈക്കോമെട്രിക് ചാർട്ടിൻ്റെ അകത്ത് എല്ലാത്തിൻ്റെ യൂണിറ്റ് അവിടെ ഇട്ടിട്ടുണ്ടാവും. ഡയറക്റ്റ് നമുക്ക് യൂണിറ്റ് നോക്കിയിട്ട് ഡെഫിനേഷൻ എന്താന്ന് ഒറ്റ നോട്ടത്തിൽ എഴുതാൻ പറ്റും. ഇതാണ് നിങ്ങളുടെ ഡാറ്റാ ബുക്കിൽ വരുന്ന സൈക്കോമെട്രിക് ചാർട്ട് എന്ന് പറയുന്നത്. ഡിസ്പ്ലേയിൽ ഇപ്പം കണ്ടിട്ടുണ്ടാവും. ചാർട്ട് കുറച്ച് വഷളായിട്ടുള്ള ചാർട്ടാണ്, കാണുമ്പോൾ കുറെ എന്തൊക്കെയോ ലൈൻസ് ഒക്കെ ഉള്ള പോലെ ഇതൊക്കെ തോന്നും. പക്ഷെ സിമ്പിൾ ആയിട്ടുള്ള ചാർട്ടാണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് ജസ്റ്റ് പോയിന്റ് എടുത്തിട്ട് വരച്ചു കൊടുക്കലേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ഏത് പോയിന്റ് എടുത്താലും ആ പോയിന്റിലുള്ള പല പല പ്രോപ്പർട്ടീസ്, സൈക്കോമെട്രിക് പ്രോപ്പർട്ടീസ് നമുക്ക് ഇതിനകത്ത് കണ്ടുപിടിക്കാൻ പറ്റും. എക്സാമ്പിൾ ഇപ്പം നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരുന്നുണ്ട്. ഇത് ചാർട്ടിനെ പറ്റിയിട്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം. തൽക്കാലം നിങ്ങൾ ഈ താഴത്തുള്ള എക്സ് ആക്സിസ് നോക്കുക. എക്സ് ആക്സിസിൽ തന്നിരിക്കുന്നത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്നാണ്. അതിന്റെ യൂണിറ്റ് എന്താ വരുന്നത്, ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ ആർക്കായാലും പറയാൻ പറ്റും അതൊരു ടെമ്പറേച്ചർ ആണ്. പിന്നെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടില്ലേ. അപ്പം നമുക്ക് ഡെഫിനിഷൻ എഴുതാം ഡയറക്റ്റ്. ഇറ്റ് ഈസ് എ ടെമ്പറേച്ചർ മെഷേർഡ് യൂസിങ് തെർമോമീറ്റർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. അതേപോലെ തന്നെ നെക്സ്റ്റ് ഇപ്പം നോക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത കോൺസ്റ്റന്റ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈൻ ആരെങ്കിലും പൊട്ടും. ഇവിടെ ഒരു സാധനം എന്താൽപ്പിന്റെ യൂണിറ്റ് നല്ല കിലോ ജൂൾ പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് അറിയുന്നത്. എന്താൽപ്പിന്റെ യൂണിറ്റ് എന്ന് വെച്ചാൽ കിലോ ജൂളാണ്. ഓക്കെ, കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. അപ്പൊ എന്താൽപ്പിനെ പറ്റി ഡെഫിനിഷൻ എന്താണെന്ന് ചോദിക്കൊന്നുമില്ല. എന്താൽപ്പി വിട്ടെ, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി. അയ്യോ നെക്സ്റ്റ് ഒരു ടേം കൂടിയുള്ളത്
റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്പെസിഫിക് ഹ്യൂമിഡിറ്റി. വെറും ഹ്യൂമിഡിറ്റി അല്ല, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി. സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് കിലോ ജൂൾ പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ എന്നാണ്. ഇത് കിലോ ജൂൾ അല്ലേ, ചെറിയൊരു തെറ്റുണ്ട് ഇതിൻ്റെ അകത്ത്. കിലോ ജൂൾ അല്ല, കിലോഗ്രാം പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടാവുക. കെ ജി പെർ കെ ജി ഓഫ് ഡ്രൈ എയർ എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടാവുക. എല്ലായിടത്തും സൈക്കോമെട്രിക് ചാർട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിലെ ഈ ഒരു വ്യത്യാസം അവിടെ വേണമെങ്കിൽ എഴുതി വെച്ചോ. കാരണം ഇത് തെറ്റാണ്. ഇത് പ്രിന്റ് ചെയ്തതിൻ്റെ അകത്തുള്ള മിസ്റ്റേക്ക് ആണ്. കിലോ ജൂൾ പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ എന്ന് എഴുതിയത് കിലോഗ്രാം പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ എങ്ങനെയാ വരുന്നത് എന്നൊക്കെ ഉള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഏതായാലും നോക്കാം. ഈ ഒരു ചേഞ്ചസ് ഒന്ന് നോട്ട് ഇട്ട് വെച്ച് ഇവിടെ കിലോഗ്രാം പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ എന്ന് പറഞ്ഞിട്ടാണ് വരേണ്ടത്. നമുക്ക് നേരെ അറ്റൻഡൻസിലേക്ക് പോവാം. നമുക്ക് നമ്മളെ ലാസ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോപ്പർട്ടീസും കാര്യങ്ങളും എങ്ങനെ നമുക്ക് ഇനി ഇന്റർപ്രറ്റ് ചെയ്യാന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കി എടുക്കാം.